ഹലോ, ഈ 2 ചാക്കിലും പച്ചക്കറികളാണ് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. ലക്ഷദ്വീപിൽ അങ്ങനെ കൃഷിയൊന്നുമില്ല, നിർമ്മാണങ്ങൾ അധികമില്ല. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകലാണ് പരിപാടി. ഒന്ന് ഭാര്യ വീട്ടിലേക്കും ഒന്ന് സ്വന്തം വീട്ടിലേക്കും. ഇദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിൻ്റെതാണ്. പൊതുവെ എല്ലാവരും ഇങ്ങനെ തന്നെ, ദ്വീപുകാർ പൊതുവെ ഇങ്ങനെ തന്നെ. ഞങ്ങൾ ഡിന്നറും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഭാര്യ വീട്ടിലാണ്. ഉറക്കം ഭാര്യ വീട്ടിലായിരിക്കും. ഉച്ചഭക്ഷണം ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി, സിസ്റ്റം. അപ്പോൾ 2 വീട്ടിലേക്ക് ഞങ്ങൾ ചിലവിന് കൊടുക്കും. എൻ്റെ കൂടെയുള്ള ആളെ പറഞ്ഞയക്കാൻ വേണ്ടി പോകണം. പുള്ളിക്കാരന് പോകാൻ പറ്റാതെ കുടുങ്ങിപ്പോയതാണ്. പുള്ളിയുടെ ഷിപ്പിൻ്റെ പ്രോഗ്രാമൊക്കെ മാറിപ്പോയി. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ, ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ കപ്പൽ തന്നെ ഉണ്ടാവില്ല നാട്ടിലേക്ക് പോകാൻ. ഞങ്ങളുടെ ഒരു അവസ്ഥ വലിയ മോശം അവസ്ഥയാണ്. പ്രഫുൽ ഗോഡാപ്പട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം വർദ്ധിച്ചത്, പുതിയ അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ പിന്നെ ട്രാഫിക് ബ്ലോക്കാണ്. ഞങ്ങൾ വൈപ്പിൻ വഴി പോയിട്ട് ജാഗാർ എന്ന് പറഞ്ഞ ആ ഒരു ബോട്ടിലേക്ക് ഈ കാറോടുകൂടി കയറിയിട്ട് ഞങ്ങളുടെ പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും വീണ്ടും തിരിച്ച് പഴയതുപോലെ ഞങ്ങൾ പഴയ പോകുന്ന റൂട്ടിൽ കൂടി തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മടങ്ങുമ്പോൾ ഇതേപോലെ ട്രാഫിക്കാണ്. ടെൻഷൻ അടിച്ചിട്ട് വയ്യ. കാരണം വെച്ചാൽ 3:30ക്കാണ് ബോർഡിങ് ടൈം. 3:30 കഴിഞ്ഞ് 4 മണിക്ക് കഴിഞ്ഞു. 4 മണിക്കാണ് ലാസ്റ്റ്. ഞങ്ങളങ്ങ് പെട്ടുപോകുന്നൊക്കെ കരുതി. പക്ഷേ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പെടേണ്ട അവസ്ഥ വന്നില്ല. ഞങ്ങൾക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ 5 മണി വരെ സമയം നീട്ടി വച്ചിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഭാഗ്യം, അൽഹംദുലില്ലാ. ഈ കാണുന്ന ട്രാഫിക് എപ്പോഴും ഉള്ളതാണ് ഈ കൊച്ചിയിൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് നേരത്തെ ഇറങ്ങിക്കോട്ടോ. നമ്മുടെ ടൈം കീപ്പപ്പ് ചെയ്യുക. അതാണ് ഇന്നത്തെ വീഡിയോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. കൊച്ചിയിൽ ട്രാഫിക് ബ്ലോക്ക് എപ്പോഴും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നാണ്. ഒരു കാറ് നടുക്കിൽ വച്ചിരിക്കുകയാണ്. എന്തൊരു കഷ്ടം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കാട്ടി. നമ്മളെപ്പോഴും ഒരുപാട് ഇയർലി ഇറങ്ങിക്കോട്ടോ, കൊച്ചി ആയതുകൊണ്ട്. പിന്നെ നമ്മളങ്ങനെ പോട്ടെത്തി. പിന്നെ ഇദ്ദേഹത്തിന്, നമ്മുടെ ഡ്രൈവറിന് നമ്മൾ ബൈ പറഞ്ഞു. മൂപ്പര് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇയാളാണ് പോണത് കേട്ടോ. ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ മദറിൻ്റെ ഇവിടെ തന്നെ ഉണ്ടാകും കുറച്ചും കൂടി ദിവസം. നാട്ടിലേക്ക് പോകാൻ സാധിക്കട്ടെ. ഭയങ്കര എക്സ്പെൻസീവ് ഇവിടെ ഈ കൊച്ചിയിൽ. അങ്ങനെ ഇദ്ദേഹത്തിന് സലാം പറഞ്ഞ് ഷേക്ക് ഹാൻഡും കൊടുത്ത് ഇയാളങ്ങ് വിട്ടു.